ചാണക്യൻ പറയുന്നു, ശരിയായ സമയത്ത് മൗനം പാലിക്കാൻ അറിയാവുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ജീവിതത്തിൽ സ്വയം മാറാനുള്ള ഏറ്റവും ലളിതവും എന്നാൽ ഏറ്റവും അർത്ഥവത്തായതുമായ മാർഗമിതാണ്: വാക്കുകളേക്കാൾ മൗനം ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നിശബ്ദത പാലിക്കുക. കാരണം പലപ്പോഴും വാക്കുകൾക്ക് പറയാൻ കഴിയാത്തത് മൗനം വളരെ മനോഹരമായി പറഞ്ഞുവെക്കും. സുഹൃത്തുക്കളെ, ആരെങ്കിലും നമ്മോടെന്തെങ്കിലും പറയുമ്പോൾ ഉടൻ തന്നെ മറുപടി പറയുക, നമ്മുടെ ഭാഗം ന്യായീകരിക്കുക, നമ്മളാണ് ശരിയെന്ന് തെളിയിക്കുക എന്നത് നമ്മുടെ ആദ്യത്തെ പ്രതികരണമാണ്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മറുപടി പറയാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ മറുപടിയെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മൗനം ഒരു ബലഹീനതയല്ല, അത് ആത്മനിയന്ത്രണത്തിന്റെ അടയാളമാണ്. ആത്മവിശ്വാസം, ക്ഷമ, സമാധാനം എന്നിവയിലേക്കുള്ള വഴി തുറക്കുന്ന ശക്തിയാണ് മൗനം. ഇത് എല്ലാവർക്കും പഠിക്കാൻ കഴിയാത്ത ഒരു കലയാണ്. കാരണം മിണ്ടാതിരിക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇതിന് ആത്മനിയന്ത്രണവും വിവേകവും പക്വതയും ആവശ്യമാണ്. അതുകൊണ്ടാണ് വിവേകമുള്ള ഒരു വ്യക്തി എപ്പോഴും സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കുന്നതിൽ വിശ്വസിക്കുന്നത്. ചാണക്യനീതിയിൽ പറയുന്നു, മൗനം അനിവാര്യമായ സ്ഥലങ്ങളിൽ വാക്കുകൾ ഉപയോഗിക്കുന്നത് മണ്ടത്തരത്തിനു മാത്രമേ ജന്മം നൽകൂ. അതുകൊണ്ടാണ് എല്ലാ സാഹചര്യങ്ങളിലുമല്ല, മറിച്ച് മൗനം പാലിക്കുന്നത് ജീവിതത്തെ മാറ്റിമറിക്കാൻ കഴിയുന്ന 12 പ്രത്യേക സാഹചര്യങ്ങളുള്ളത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നിങ്ങൾ നിശബ്ദത പാലിക്കാൻ പഠിച്ചാൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും പഴയതുപോലെ ആകില്ലെന്ന് ഉറപ്പു നൽകുന്ന ആ 12 സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. കാരണം ഓർക്കുക, മൗനം പാലിക്കുന്ന വ്യക്തി ഒരിക്കലും പരാജയപ്പെടുന്നില്ല, അവൻ ശരിയായ സമയത്തിനായി കാത്തിരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. 1. ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, വിമർശനങ്ങൾ കേട്ടിട്ടും ശാന്തനായിരിക്കുന്നവനാണ് യഥാർത്ഥ ജ്ഞാനി. ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും എപ്പോഴെങ്കിലും വിമർശനങ്ങളെ നേരിടേണ്ടിവരും. ചിലർ നിങ്ങളുടെ ജോലിയിൽ തെറ്റ് കണ്ടുപിടിക്കും, ചിലർ നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അഭിപ്രായം പറയും, ചിലർ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളെ ചോദ്യം ചെയ്യും. എന്നാൽ എല്ലാത്തിനും മറുപടി പറയുന്നതിലല്ല യഥാർത്ഥ ബുദ്ധി, മറിച്ച് എപ്പോൾ മറുപടി പറയണമെന്നും എപ്പോൾ നിശബ്ദത പാലിക്കണമെന്നും അറിയുന്നതിലാണ്. ആരെങ്കിലും നിങ്ങളെ വിമർശിക്കുമ്പോൾ ഉടനടി പ്രതികരിക്കുന്നതിനു പകരം മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം നിങ്ങളുടെ യഥാർത്ഥ ശക്തി ഒളിഞ്ഞിരിക്കുന്നത് ആ മൗനത്തിലാണ്. നിങ്ങൾ ദേഷ്യത്തിൽ സംസാരിച്ചാൽ ആ വ്യക്തി നിങ്ങളുടെ വാക്കുകളിലൂടെയല്ല, നിങ്ങളുടെ പെരുമാറ്റത്തിലൂടെ നിങ്ങളെ വിലയിരുത്തും. എന്നാൽ നിങ്ങൾ ശാന്തനായിരുന്നാൽ സമയം വരുമ്പോൾ അതേ വ്യക്തി നിങ്ങളുടെ സംയമനത്തെ വിലമതിക്കും. ഓർക്കുക, വിമർശനം എപ്പോഴും മോശമല്ല. പലപ്പോഴും ഇതേ വിമർശനം നമ്മുടെ ദൗർബല്യങ്ങൾ കാണിച്ചു തരികയും അവ തിരുത്താനുള്ള അവസരം നൽകുകയും ചെയ്യുന്നു. ശരിയാണെങ്കിൽ അത് മാറ്റുക, തെറ്റാണെങ്കിൽ അവഗണിക്കുക. കാരണം എല്ലാ തവണയും മറുപടി പറയേണ്ട ആവശ്യമില്ല. 2. മറ്റുള്ളവർ നിങ്ങളുടെ രഹസ്യങ്ങൾ ചോദിക്കുമ്പോൾ നിശബ്ദനാകുക. ആചാര്യ ചാണക്യൻ പറയുന്നു, സ്വന്തം രഹസ്യങ്ങളിൽ നിയന്ത്രണമില്ലാത്തവന് ഒന്നിന്റെ മുകളിലും നിയന്ത്രണമുണ്ടാകില്ല. ജീവിതത്തിൽ ഓരോ വ്യക്തിക്കും തന്നിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും. സ്വന്തം പദ്ധതികൾ, സ്വന്തം ദൗർബല്യങ്ങൾ, ഭാവിയിലേക്കുള്ള ചുവടുവെപ്പുകൾ എന്നിവ. എന്നാൽ പലപ്പോഴും ആളുകൾ ആവേശത്തിലോ വിശ്വാസത്തിലോ പ്രകടനത്തിലോ വന്ന് തങ്ങളുടെ രഹസ്യങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുന്നു. ഇത് അവരുടെ ഏറ്റവും വലിയ തെറ്റായി മാറുന്നു. ഓർക്കുക, കേൾക്കുന്ന എല്ലാവരും നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളല്ല. നിങ്ങളുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്നറിയാൻ മാത്രം പലരും നിങ്ങളോടടുക്കുന്നു. സമയം വരുമ്പോൾ അതേ വിവരങ്ങൾ നിങ്ങൾക്കെതിരായി ഉപയോഗിക്കപ്പെടുന്നു. 3 കാര്യങ്ങൾ എപ്പോഴും രഹസ്യമായി സൂക്ഷിക്കണം. നിങ്ങളുടെ പദ്ധതികൾ, ആർക്കും അവയെ തടയാൻ കഴിയാതിരിക്കാൻ. നിങ്ങളുടെ ദൗർബല്യങ്ങൾ, ആരും അത് മുതലെടുക്കാതിരിക്കാൻ. നിങ്ങളുടെ അടുത്ത നീക്കം, ആരും നിങ്ങളുടെ വഴിയിൽ തടസ്സം സൃഷ്ടിക്കാതിരിക്കാൻ. സ്വപ്നങ്ങളും പദ്ധതികളും യാഥാർത്ഥ്യമാകുന്നതുവരെ രഹസ്യമായി സൂക്ഷിക്കുക. കാരണം നിങ്ങളുടെ പ്രവൃത്തികൾ സംസാരിക്കുമ്പോൾ നിങ്ങളൊന്നും പറയേണ്ടതില്ല. 3. ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കുമ്പോൾ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, യുക്തി അവസാനിക്കുന്നിടത്ത് മൗനമാണ് ഏറ്റവും വലിയ മറുപടി. സുഹൃത്തുക്കളെ, ഒരു വ്യക്തി നിങ്ങളോട് തർക്കിക്കാൻ തുടങ്ങുമ്പോൾ ആ നിമിഷത്തിൽ അവരുടെ ലക്ഷ്യം സത്യത്തിൽ എത്തിച്ചേരുക എന്നതല്ല, മറിച്ച് അവരുടെ അഹംഭാവം ശരിയാണെന്ന് തെളിയിക്കുക എന്നതാണ്. തർക്കത്തിന്റെ സ്വഭാവം തന്നെ അതാണ്. അതിൽ ജയിക്കാനുള്ള ആഗ്രഹമാണ് കൂടുതൽ, മനസ്സിലാക്കാനുള്ള ആഗ്രഹം കുറവാണ്. അത്തരമൊരു സാഹചര്യത്തിൽ നിങ്ങൾ ശരിയാണെങ്കിലും തർക്കത്തിലേർപ്പെട്ടാൽ അവസാനം ക്ഷീണവും പിരിമുറുക്കവും പശ്ചാത്താപവും മാത്രമാകും നിങ്ങളുടെ ഭാഗത്തുണ്ടാവുക. കേൾക്കാൻ വേണ്ടിയല്ല, സംസാരിക്കാൻ വേണ്ടി മാത്രം ആളുകൾ നിൽക്കുന്നിടത്ത് മൗനം പാലിക്കുന്നതാണ് ബുദ്ധി. കാരണം നിങ്ങൾ നിശബ്ദരായിരിക്കുമ്പോൾ നിങ്ങളുടെ ഊർജ്ജം ലാഭിക്കുക മാത്രമല്ല, സാഹചര്യത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിയുന്നു. അതുകൊണ്ട് അടുത്ത തവണ ആരെങ്കിലും നിങ്ങളോട് തർക്കിക്കുമ്പോൾ ഓർക്കുക, മിണ്ടാതിരുന്നുകൊണ്ടും പലതും പറയാൻ കഴിയും. 4. നിങ്ങൾക്ക് അപൂർണമായ അറിവ് മാത്രമുള്ളപ്പോൾ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, അപൂർണമായ അറിവ് ഒരു വ്യക്തിയെ അപമാനിക്കുക മാത്രമല്ല, അവനെ നാശത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു.
ജീവിതത്തിൽ അറിവ് ഒരു അനുഗ്രഹമാണ്, എന്നാൽ അപൂർണമായ അറിവ് ഒരു ശാപമായി മാറും. പലപ്പോഴും നമ്മൾ ഒരു വിഷയത്തെക്കുറിച്ച് ചെറിയൊരു വിവരം വെച്ചുകൊണ്ട് നമ്മളെത്തന്നെ വിദഗ്ധരായി കണക്കാക്കുകയും മറ്റുള്ളവർക്ക് ഉപദേശം നൽകാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ അപൂർണമായ വിവരങ്ങൾ ഏറ്റവും വലിയ തെറ്റാണ്. എന്തെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് പൂർണ്ണമായ അറിവില്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും മികച്ച തീരുമാനം. കാരണം കൃത്യമായ വിവരങ്ങളില്ലാതെ സംസാരിക്കുമ്പോൾ ആളുകൾ നിങ്ങളെ നോക്കി ചിരിച്ചേക്കാം, നിങ്ങളുടെ വിശ്വാസ്യത നഷ്ടപ്പെടാം. ചാണക്യൻ പറയുന്നു, ധാരാളം കാര്യങ്ങൾ അറിയുന്നവനല്ല ജ്ഞാനി, മറിച്ച് എപ്പോൾ മൗനം പാലിക്കണമെന്ന് അറിയുന്നവനാണ് ജ്ഞാനി. പൂർണ്ണമായ വിവരങ്ങളില്ലാത്തപ്പോൾ മിണ്ടാതിരിക്കുന്നത് ഒരു ബലഹീനതയല്ല, മറിച്ച് പക്വതയുടെ അടയാളമാണ്. 5. മറ്റൊരാൾ നിങ്ങളുടെ വികാരങ്ങൾ മനസ്സിലാക്കാത്തപ്പോൾ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു മതിൽ ഉള്ളിടത്ത് വാക്കുകൾക്ക് യാതൊരർത്ഥവുമില്ല. ജീവിതത്തിൽ പലപ്പോഴും നമ്മുടെ വികാരങ്ങൾ നമ്മൾ മറ്റുള്ളവരുമായി പങ്കിടുന്നു. നമ്മുടെ വേദന, സത്യം അല്ലെങ്കിൽ നമ്മുടെ അനുഭവം അവരെ മനസ്സിലാക്കാൻ നമ്മൾ ശ്രമിക്കുന്നു. എന്നാൽ ആ വ്യക്തി നിങ്ങളുടെ വാക്കുകൾ മനസ്സിലാക്കുന്നതിനുപകരം അവഗണിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുമ്പോൾ അവിടെ സംസാരിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ദുഃഖിപ്പിക്കുകയുള്ളൂ. അത്തരം ആളുകൾക്ക് നിങ്ങളുടെ വികാരങ്ങളോടോ നിങ്ങളുടെ ഉദ്ദേശ്യങ്ങളോടോ നിങ്ങളുടെ വേദനയോടോ യാതൊരു താൽപ്പര്യവുമുണ്ടാകില്ല. അവർ നിങ്ങളുടെ വാക്കുകളിലല്ല, മറിച്ച് സ്വന്തം ചിന്തകൾ ശരിയാണെന്ന് തെളിയിക്കുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. അവിടെ മൗനം പാലിക്കുക എന്നതാണ് ഏറ്റവും ബുദ്ധിപരമായ പെരുമാറ്റം. നിശബ്ദനായിരിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ ഊർജ്ജം സംരക്ഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ ആത്മാഭിമാനം സംരക്ഷിക്കുകയും ചെയ്യുന്നു. എവിടെ വാക്കുകൾ അർത്ഥശൂന്യമാണോ അവിടെ മൗനമാണ് ഏറ്റവും മികച്ചത്. 6. നിങ്ങളുമായി ബന്ധമില്ലാത്ത വിഷയങ്ങളിൽ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, കാരണമില്ലാതെ മറ്റുള്ളവരുടെ തർക്കങ്ങളിൽ ഇടപെടുന്നവൻ സ്വയം അപകടം ക്ഷണിച്ചുവരുത്തുന്നു. ജീവിതത്തിൽ പലപ്പോഴും നാം അത്തരം സാഹചര്യങ്ങളിൽ അകപ്പെടുന്നു. അവിടെ ഒരു തർക്കമോ വഴക്കോ ചർച്ചയോ നടക്കുന്നുണ്ടാകും. എന്നാൽ അതുമായി നമുക്ക് യാതൊരു ബന്ധവുമുണ്ടാകില്ല. എങ്കിലും പലപ്പോഴും നമ്മുടെ അഭിപ്രായം പറയാനോ ഏതെങ്കിലും ഒരു പക്ഷത്തെ പിന്തുണയ്ക്കാനോ നാം ശ്രമിക്കുന്നു. എന്നാൽ ചാണക്യനീതി വ്യക്തമായി പറയുന്നു, നിങ്ങളെ ആവശ്യമില്ലാത്തയിടത്ത് നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ സംരക്ഷണം. കാരണമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ ഇടപെടുന്നത് നിങ്ങളുടെ പ്രതിച്ഛായയെ നശിപ്പിക്കുക മാത്രമല്ല, നിങ്ങളെ അനാവശ്യ കുഴപ്പങ്ങളിൽ കൊണ്ടെത്തിക്കുകയും ചെയ്യും. ചോദിക്കുമ്പോൾ പോലും ഒരു ബുദ്ധിമാൻ ചിന്തിച്ചു മാത്രമേ സംസാരിക്കൂ, എന്നാൽ ചോദിക്കാതെ സംസാരിക്കുന്നത് മണ്ടത്തരമാണ്. ആരെങ്കിലും നിങ്ങളോട് ഉപദേശമോ സഹായമോ ചോദിക്കുന്നതുവരെ മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. 7. ആരെങ്കിലും മറ്റൊരാളെക്കുറിച്ച് കുറ്റം പറയുമ്പോൾ നിശബ്ദനാകുക. ആചാര്യ ചാണക്യൻ പറയുന്നു, മറ്റുള്ളവരുടെ അസാന്നിധ്യത്തിൽ അവരെ അപലപിക്കുന്നവന് ഒരിക്കലും ആരുടെയും യഥാർത്ഥ സുഹൃത്താകാൻ കഴിയില്ല. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തി സ്വയം ശരിയാണെന്ന് തെളിയിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ ജീവിതത്തിൽ നാം എല്ലാവരും കണ്ടുമുട്ടാറുണ്ട്. അവർ മറ്റുള്ളവരുടെ തെറ്റുകളെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ ദൗർബല്യങ്ങളെക്കുറിച്ചോ സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നു. അത്തരം ആളുകൾ എപ്പോഴും നെഗറ്റീവ് ഊർജ്ജം പരത്തുന്നു. നിങ്ങളും അവരുടെ വാക്കുകളിൽ പങ്കുചേരുകയാണെങ്കിൽ നിങ്ങൾ അറിയാതെ തന്നെ ആ നെഗറ്റിവിറ്റിയുടെ ഭാഗമാകും. നിങ്ങളുടെ മുന്നിൽ വെച്ച് ആരെങ്കിലും മൂന്നാമതൊരാളെ കുറ്റം പറയുകയാണെങ്കിൽ ആ വ്യക്തി വിശ്വാസയോഗ്യനല്ലെന്ന് മനസ്സിലാക്കുക. കാരണം ഇന്ന് മറ്റൊരാളെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നവന് നാളെ നിങ്ങളുടെ കാര്യങ്ങളും മറ്റൊരാളുടെ മുന്നിൽ അങ്ങനെ തന്നെ സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് അത്തരം സംഭാഷണങ്ങളിൽ മിണ്ടാതിരിക്കുക, കഴിയുമെങ്കിൽ അവിടെ നിന്ന് മാറുക. മൗനം നിങ്ങളെ നെഗറ്റിവിറ്റിയിൽ നിന്ന് സംരക്ഷിക്കുകയും മാനസിക സമാധാനത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്ന പരിചയമാണ്. 8. ഒരാൾ തന്റെ ദുഃഖം നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരാൾക്ക് തന്റെ ദുഃഖം പറയാൻ കേൾവിക്കാരനെ ലഭിച്ചാൽ അവന്റെ പകുതി ദുഃഖം അവിടെ അവസാനിക്കും. ഒരു വ്യക്തി തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളോ വേദനയോ പരാജയമോ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നുവെങ്കിൽ അതിനർത്ഥം അവൻ നിങ്ങളെ വിശ്വസിക്കുന്നു എന്നാണ്. ആ നിമിഷങ്ങളിൽ നിങ്ങൾ അവർക്ക് ഉപദേശം നൽകുക എന്നതല്ല പ്രധാനം, മറിച്ച് അവരെ ശ്രദ്ധയോടെ ഹൃദയപൂർവ്വം കേൾക്കുക എന്നതാണ്. പലപ്പോഴും ആളുകൾ മുഴുവൻ കാര്യവും കേൾക്കാതെ പെട്ടെന്ന് പരിഹാരങ്ങൾ നൽകാൻ തുടങ്ങും. അതൊന്നും സാരമില്ല, എല്ലാം ശരിയാകും എന്നൊക്കെയുള്ള വാക്കുകൾ ആശ്വാസം നൽകില്ല, മറിച്ച് ആ വ്യക്തിക്ക് കൂടുതൽ ഏകാന്തത അനുഭവപ്പെടാൻ കാരണമാകും. കാരണം ആ സമയത്ത് അവനു വേണ്ടത് പരിഹാരമല്ല, അവനെ കേൾക്കാൻ ഒരാളെയാണ്. ഒരാൾ ദുഃഖിതനായിരിക്കുമ്പോൾ വാക്കുകളല്ല, മൗനമാണ് ഏറ്റവും വലിയ മരുന്ന് എന്ന് ചാണക്യനീതി പഠിപ്പിക്കുന്നു. മൗനമെന്നത് കേവലം വാക്കുകളുടെ അഭാവമല്ല, അത് കാരുണ്യത്തിന്റെയും ക്ഷമയുടെയും മനുഷ്യത്വത്തിന്റെയും ഏറ്റവും മനോഹരമായ രൂപമാണ്. 9. ആരെങ്കിലും നിങ്ങളോട് ദേഷ്യപ്പെടുമ്പോഴോ വഴക്കിടുമ്പോഴോ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, കോപിക്കുന്ന വ്യക്തിയുടെ മുന്നിൽ വാക്കുകളല്ല, മൗനമാണ് ഏറ്റവും വലിയ നയം. ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ അടുത്ത സുഹൃത്തോ കുടുംബാംഗമോ പങ്കാളിയോ നമ്മോട് ദേഷ്യപ്പെടുന്ന ഒരു സമയം തീർച്ചയായും വരും. ആ സമയത്ത് വികാരങ്ങൾ കടിമപ്പെട്ട് അവർ എന്തും പറഞ്ഞേക്കാം.
നിങ്ങളുടെ സംയമനവും ക്ഷമയും വിവേകവും പരീക്ഷിക്കപ്പെടുന്ന നിമിഷമാണിത്. ഒരു വ്യക്തി ദേഷ്യത്തിലായിരിക്കുമ്പോൾ അവന്റെ മനസ്സിന്റെയും സംസാരത്തിന്റെയും നിയന്ത്രണം നഷ്ടപ്പെടുന്നു. ആ സമയത്ത് നിങ്ങളും തർക്കിക്കാൻ തുടങ്ങിയാൽ കാര്യങ്ങൾ പരിഹരിക്കപ്പെടുന്നതിനു പകരം കൂടുതൽ വഷളാകും. ചാണക്യനീതി പറയുന്നു, കോപിക്കുന്ന വ്യക്തിയോട് തർക്കിക്കുന്നത് തീയിൽ നെയ്യൊഴിക്കുന്നതിന് തുല്യമാണ്. ആ സമയത്ത് നിങ്ങൾ മിണ്ടാതിരുന്നാൽ സ്ഥിതി വഷളാകുന്നത് തടയുക മാത്രമല്ല, ചിന്തിക്കാൻ മറ്റേയാൾക്ക് സമയം നൽകുകയും ചെയ്യുന്നു. അവന്റെ കോപം ശമിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെന്നവന് മനസ്സിലാകുകയും അവൻ തന്നെ നിങ്ങളുടെ അടുത്തുവന്ന് മാപ്പ് ചോദിക്കുകയും ചെയ്യും. അതാണ് മൗനത്തിന്റെ ശക്തി. 10. ആളുകൾ സ്വയം പുകഴ്ത്തുമ്പോൾ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, സ്വയം പുകഴ്ത്തുന്നവൻ സ്വന്തം പതനത്തിനുള്ള വഴി ഒരുക്കുന്നു. എല്ലാ സമയത്തും സ്വയം പുകഴ്ത്തുന്ന ആളുകളുടെ ഇടയിൽ നാം പലപ്പോഴും അകപ്പെടാറുണ്ട്. അവരുടെ വിജയത്തെക്കുറിച്ചും അറിവിനെക്കുറിച്ചും സ്വന്തം മഹത്വത്തെക്കുറിച്ചും സംസാരിച്ച് അവർക്കൊരിക്കലും മടുക്കില്ല. അത്തരം ആളുകളുടെ വാക്കുകളിൽ സത്യത്തേക്കാൾ കൂടുതൽ അഹങ്കാരത്തിന്റെ ഗന്ധമുണ്ടാകും. അത്തരമൊരു അന്തരീക്ഷത്തിൽ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം പറയുകയോ നിങ്ങളുടെ കാര്യം തെളിയിക്കാൻ തുടങ്ങുകയോ ചെയ്താൽ ഒരിക്കലും അവസാനിക്കാത്ത അനാവശ്യ മത്സരത്തിന്റെ ഭാഗമായി നിങ്ങൾ മാറും. മറ്റുള്ളവർ അവരുടെ ഗുണങ്ങളെക്കുറിച്ച് സ്വയം പുകഴ്ത്തുമ്പോൾ ബുദ്ധിമാനായ ഒരു വ്യക്തി മൗനം പാലിക്കണം എന്ന് ചാണക്യനീതി വ്യക്തമായി പറയുന്നു. കാരണം അത്തരം സ്ഥലങ്ങളിൽ സംസാരിക്കുന്ന സത്യസന്ധമായ വാക്കുകൾ പോലും ആർക്കും ഇഷ്ടപ്പെടില്ല. മൗനം പാലിക്കുന്നതിലൂടെ നിങ്ങൾ നിങ്ങളെത്തന്നെ സംരക്ഷിക്കുക മാത്രമല്ല, നിങ്ങളുടെ അന്തസ്സ് നിലനിർത്തുകയും ചെയ്യുന്നു. 11. ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുമ്പോൾ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, പ്രകോപനങ്ങളിൽ ക്ഷമ നഷ്ടപ്പെടുന്ന വ്യക്തിക്ക് സ്വന്തം ബുദ്ധിയും നഷ്ടപ്പെടുന്നു. നമ്മളെ മനഃപൂർവ്വം ദേഷ്യം പിടിപ്പിക്കാനോ ശല്യപ്പെടുത്താനോ ശ്രമിക്കുന്ന ആളുകളെ നാം ജീവിതത്തിൽ കണ്ടുമുട്ടാറുണ്ട്. പിന്നീട് പശ്ചാത്തപിക്കാനിടയാക്കുന്ന എന്തെങ്കിലും നമ്മളെക്കൊണ്ട് ചെയ്യിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ അത്തരം സമയങ്ങളിൽ മനസ്സ് നിയന്ത്രിക്കാനും മിണ്ടാതിരിക്കാനും കഴിയുന്നവനാണ് യഥാർത്ഥ ബുദ്ധിമാൻ. ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ചാൽ ഓർക്കുക, നിങ്ങളുടെ മൗനമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മറുപടി. കാരണം നിങ്ങളുടെ നിശബ്ദത കാണിക്കുന്നത് നിങ്ങളുടെ വികാരങ്ങളുടെയും ചിന്തകളുടെയും മേൽ നിങ്ങൾക്ക് നിയന്ത്രണമുണ്ടെന്നാണ്. ആ വാക്കുകൾ തീ ആളിക്കെത്തിക്കുന്നിടത്ത് മൗനമാണ് എല്ലാം ശമിപ്പിക്കുന്ന ജലം. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ മനഃപൂർവ്വം പ്രകോപിപ്പിക്കുമ്പോൾ പ്രതികരിക്കുന്നതിനു പകരം മിണ്ടാതിരിക്കാൻ പഠിക്കുക. കാരണം കോപം നിങ്ങളെ ദുർബലനാക്കുന്നു, എന്നാൽ മൗനം നിങ്ങളെ വിജയിയാക്കുന്നു. 12. മറ്റുള്ളവർ നിങ്ങളെ പ്രശംസിക്കുമ്പോൾ നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, അഹങ്കാരത്തിന്റെ വൃക്ഷം ജനിക്കുന്ന വിത്താണ് പ്രശംസ. ആരെങ്കിലും നമ്മളെ പുകഴ്ത്തുമ്പോൾ സ്വാഭാവികമായും നമുക്കത് സന്തോഷം നൽകും. മനസ്സിൽ സംതൃപ്തിയും അഭിമാനവും ഉണ്ടാകും. എന്നാൽ നാം ഏറ്റവും കൂടുതൽ ജാഗ്രത പാലിക്കേണ്ട നിമിഷമാണിത്. കാരണം പ്രശംസകൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ക്രമേണ അഹങ്കാരമായി മാറും. ആളുകൾ നിങ്ങളെ പുകഴ്ത്തുമ്പോൾ ആ നിമിഷത്തിൽ നിശബ്ദത പാലിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി. അത് നിരസിക്കുകയുമരുത്, അതിൽ അഹങ്കരിക്കുകയുമരുത്. ശാന്തമായിരിക്കുക, ഉള്ളിൽ നിന്ന് നന്ദി അനുഭവിക്കുക. കാരണം നിങ്ങൾ നിശബ്ദനായിരിക്കുമ്പോൾ നിങ്ങളുടെ വിനയം ജീവിച്ചിരിക്കുന്നു. ഈ വിനയം നിങ്ങളുടെ സ്വഭാവത്തിന്റെ ഏറ്റവും വലിയ ശക്തിയായി മാറുന്നു. ചാണക്യനീതി പറയുന്നു, സ്വന്തം പ്രശംസയിൽ അഭിമാനിക്കുന്നവന്റെ പതനം നിശ്ചയമാണ്, സ്വന്തം പ്രശംസയിൽ മൗനം പാലിക്കുന്നവൻ ഉയർച്ച പ്രാപിക്കുന്നു. ഇന്ന് നിങ്ങളെ പ്രശംസിക്കുന്ന അതേ ആളുകൾക്ക് നാളെ നിങ്ങളെ വിമർശിക്കാനും കഴിയും എന്നോർക്കുക. അതുകൊണ്ട് പ്രശംസ ലഭിക്കുമ്പോഴും വിമർശനം നേരിടുമ്പോഴും ശാന്തനായിരിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിമാൻ. ബോണസ് പോയിന്റ്: വഴക്കും ബഹളവും നടക്കുന്നിടത്ത് നിശബ്ദത പാലിക്കുക. ആചാര്യ ചാണക്യൻ പറയുന്നു, കോപവും അജ്ഞതയും ഒരുമിക്കുന്നിടത്ത് മൗനമാണ് ഏറ്റവും സുരക്ഷിതമായ മറുപടി. സുഹൃത്തുക്കളെ, എവിടെയെങ്കിലും ഒരു വഴക്ക് നടക്കുമ്പോൾ അത് വീടിനുള്ളിലായാലും ബന്ധങ്ങൾക്കിടയിലായാലും പുറം ലോകത്തായാലും അവിടെ വാക്കുകളല്ല, മറിച്ച് മൗനമാണ് ഏറ്റവും വലിയ പരിചയായി മാറുന്നത്. കാരണം രണ്ട് വ്യക്തികൾ ദേഷ്യത്തിലായിരിക്കുമ്പോൾ കേൾക്കാനോ മനസ്സിലാക്കാനോ ഉള്ള കഴിവ് അവർക്കില്ല. ആ സമയത്ത് പറയുന്ന വാക്കുകൾ അമ്പുകൾ പോലെ ഹൃദയത്തെ മുറിപ്പെടുത്തും. നിങ്ങളൊരു തർക്കവുമായി നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൽ ഇടപെടുന്നത് പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. ഒരു ചെറിയ കാര്യം വലിയ തെറ്റിദ്ധാരണയായി മാറാം. നിങ്ങളുടെ പ്രതിച്ഛായയോ ബഹുമാനമോ അപകടത്തിലാകാം. അതിനാൽ വഴക്ക് നടക്കുന്നിടത്ത് മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി. ഒരു പടി പിന്നോട്ടുമാറി സ്ഥിതിഗതികൾ ദൂരെ നിന്ന് നിരീക്ഷിക്കുക. സമാപനം: അതുകൊണ്ട് സുഹൃത്തുക്കളെ, എവിടെ സംസാരിക്കേണ്ടത് അത്യാവശ്യമാണെന്നും എവിടെ മിണ്ടാതിരിക്കുന്നതാണ് യഥാർത്ഥ ബുദ്ധി എന്നും ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ മൗനത്തിന്റെ ഈ നയം സ്വീകരിക്കുക. ഓർക്കുക, സംസാരിക്കുന്നതൊരു കലയാണ്, എന്നാൽ ശരിയായ സമയത്ത് മിണ്ടാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ ശക്തി. മൗനം നിങ്ങളുടെ വ്യക്തിത്വത്തെ മെച്ചപ്പെടുത്തുക മാത്രമല്ല, ആഴത്തിൽ ചിന്തിക്കാനും മനസ്സിലാക്കാനുമുള്ള ശക്തി നൽകുകയും ചെയ്യുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയും ഇതിൽ നിന്ന് എന്തെങ്കിലും പഠിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുകയും ഈ അറിവ് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിനായി നിങ്ങളുടെ സുഹൃത്തുക്കളുമായി പങ്കിടുകയും ചെയ്യുക. വരാനിരിക്കുന്ന ഇത്തരം പ്രചോദനാത്മകമായ ചിന്തകളും ചാണക്യനീതികളും ആദ്യം കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു നീതിയും പുതിയൊരു പ്രചോദനവുമായി അടുത്ത വീഡിയോയിൽ കാണാം.